പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുൻപായി മറ്റു പാർട്ടികളിലെ എംപിമാരെ എൻഡിഎ പാളയത്തിലെത്തിക്കാനുള്ള ബിജെപി നീക്കത്തിൽ പതറി രാജ്യത്തെ പ്രാദേശിക പാർട്ടികൾ. ശിവസേന ഉദ്ധവ് പക്ഷത്ത് നിന്ന് 6 എംപിമാർക്ക് നഷ്ടമായി. ഇന്ന് പാർട്ടി വിളിച്ച പാർലമെന്ററി പാർട്ടി യോഗത്തിൽ 3 എംപിമാർ മാത്രമാണ് പങ്കെടുത്തത്. എൻസിപിയെയും എസ്പിയെയും ലക്ഷ്യമിട്ട് ബിജെപി കരുനീക്കങ്ങൾ ആരംഭിച്ചതോടെ എംപിമാർ ചോർന്നു പോകാതിരിക്കാൻ നെട്ടോട്ടമോടുകയാണ് നേതാക്കൾ. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വീണുകിട്ടിയ 20 എംപിമാർക്കൊപ്പം മറ്റു പാർട്ടിയിലെ എംപിമാരെയും അടർത്തി മാറ്റി ലോക്സഭയിൽ മുന്നിൽ 2 ഭൂരിപക്ഷം ഉണ്ടാക്കാനാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയ്ക്കൊപ്പം ഉദ്ധവ് പക്ഷത്തെ 9-ൽ 6 എംപിമാർ പോയെന്ന് ഉറപ്പായി. ഡൽഹിയിലെ യോഗത്തിലെത്താൻ മുഴുവൻ എംപിമാർക്കും പാർട്ടി നേതൃത്വം വിപ്പ് നൽകിയിരുന്നു. 6 വിമത എംപിമാർ അനൌദ്യോഗികമായി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ കണ്ട് എൻഡിഎക്ക് പിന്തുണ അറിയിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ എൻസിപി, സമാജ്വാദി പാർട്ടി എംപിമാരെ സ്വാധീനിച്ച മറുകണ്ഠം ചാടിക്കാൻ ബിജെപി ചരടുവലികൾ തുടങ്ങിയെന്ന വാർത്തകൾ പുറത്തുവന്നു. എൻസിപി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ എംപിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അഖിലേഷ് യാദവിന്റെ പാർട്ടിയായ എസ്പിയിലെ ചില എംപിമാർ എൻഡിഎയിലേക്ക് വരുമെന്ന് ഉത്തർപ്രദേശ് മന്ത്രി പ്രകാശ് രാജ് ഭർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എംപിമാരെ അടർത്താൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി എസ്പി നേതാവ് ശിവപാൽ യാദവും രംഗത്ത് വന്നു. സമാജ്വാദി പാർട്ടി कोई भी सांसद टूटेगा नहीं। देखिए, ये भारतीय जनता पार्टी और इन लोगों को पूरे प्रदेश की जनता समझ चुकी है। ये झूठे हैं, बार्गेनिंग करने वाले लोग हैं, तो इनकी बात को कोई सीरियस नहीं लेता है. പാർലമെന്റ് സമ്മേളനത്തിൽ കഴിഞ്ഞ തവണ പാസാക്കാൻ കഴിയാതിരുന്ന മണ്ഡല പുനർനിർണയ വനിതാ സംവരണ ബിൽ പാസാക്കിയെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ബിജെപി എംപിമാരെ കൂട്ടത്തോടെ കൂറുമാറ്റുന്നതെന്നാണ് ഉയരുന്ന വിമർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് പിളർത്തി 20 എംപിമാരെ ബിജെപി എൻഡിഎ പാളയത്തിലെത്തിച്ചിരുന്നു. ത്രിപുരയിൽ നിന്നുള്ള നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി വഴിയാണ് ഇവർ പാർലമെന്റിൽ എൻഡിഎ ആയി മാറിയത്. ഇതോടെ വിമതരെ ചാക്കിട്ട് പിടിക്കാനുള്ള നീക്കം എൻഡിഎ നേതാക്കൾ രാജ്യത്തുടനീളം നടത്തിയെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രാജ്യത്തെ പ്രബലരായ പ്രാദേശിക പാർട്ടികളെല്ലാം ഇത്രത്തോളം ഛിന്നഭിന്നമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ബംഗാളിലെയും മഹാരാഷ്ട്രയിലെയും ഉത്തർപ്രദേശിലെയും സംസ്ഥാന ഭരണം പിടിച്ചിരുന്ന പാർട്ടികൾ നാമമാത്രമായി ചുരുങ്ങുമോ എന്ന് കാത്തിരുന്ന് കാണാം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.